ജീവിതത്തിൽ ഓരോ ഘട്ടത്തിലൂടെയും കടന്നു പോകുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ ഇഷ്ടപ്പെടുന്നവർ അല്ലെങ്കിൽ നമ്മളെ അറിയുന്നവർ, ഇങ്ങനെയുള്ള ആളുകൾ മൊത്തം നമ്മളെ ഇഷ്ടപ്പെടണമെന്നില്ല. ഓക്കെ, നിങ്ങൾക്കുണ്ടാവുന്ന ചില ചെറിയ സക്സസ് പോലും ചിലപ്പോൾ മറ്റുള്ളവരുടെ ബിഹേവിയർ, നിങ്ങളോടുള്ള ബിഹേവിയർ ചേഞ്ച് ആവാനായിട്ട് കാരണമാവും. സംടൈംസ് ഇറ്റ്സ് നോട്ട് ഹെയ്റ്റ് ബട്ട് ഇറ്റ്സ് ജലസി. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് ജലസ് ആയിട്ടുള്ള ആളുകളെ നമ്മൾ എങ്ങനെ തിരിച്ചറിയാമെന്നും അതുപോലെ ഹൗ ക്യാൻ വി ഹാൻഡിൽ ജലസി മെച്യൂർലി. ജലസി എന്ന് പറയുന്നത് സൈലന്റ് ആയിട്ടാണ് ഉണ്ടാവുന്നതെങ്കിലും നമുക്കത് വിസിബിൾ ആണ്. വി ക്യാൻ ഒബ്സർവ് ഇറ്റ് ത്രൂ ദെയർ ബിഹേവിയർ. ഫസ്റ്റ് വേണ്ടെന്ന് പറയുന്നത് ബാക്ക് ഹാൻഡഡ് കോംപ്ലിമെന്റ്സ് ആണ്. അതായത് നിങ്ങൾ അപ്രീഷിയേറ്റ് ചെയ്യുന്നത് പോലെ അല്ലെങ്കിൽ നിങ്ങളെ കോംപ്ലിമെന്റ് ചെയ്യുന്നത് പോലെ ഒരു കാര്യം പറയും, അതിൻ്റെ ഒപ്പം തന്നെ ഒരു കാര്യമില്ലാണ്ട് ഒരു കാര്യം കൂടി പറയും, നേരെ ഓപ്പോസിറ്റ് ആയ ഒരു കാര്യം കൂടെ. അത് കേൾക്കുമ്പോഴാണ് നമുക്ക് തോന്നുന്നത് ഇതിൻ്റെ ആവശ്യമില്ലായിരുന്നല്ലോ എന്ന്. അതായത് ഒരു കോംപ്ലിമെൻ്റ് അവിടെ തരുമ്പോൾ അതിനൊപ്പം തന്നെ ഒരു സഡൻ ഇൻസൾട്ടിങ് കൂടി അവിടെ നടക്കുന്നുണ്ട്. അത് പലർക്കും ഈ സാധനം മനസ്സിലാവില്ല കേട്ടോ. ചിലർ വിചാരിക്കും ദേ ആർ കോംപ്ലിമെൻറ്റിങ്, നമ്മളെ ട്രൂലി കോംപ്ലിമെൻ്റ് ചെയ്യാമെന്ന് വിചാരിക്കും. പക്ഷേ ഇഫ് യു ക്ലോസ്ലി ഒബ്സർവ്, ചില ആളുകൾ ഇങ്ങനെയായിരിക്കും കോംപ്ലിമെൻ്റ് ചെയ്യുന്നുണ്ടാവുക. അവർ അപ്രിഷിയേറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു ക്വാളിറ്റി എടുത്ത് പറയുമ്പോൾ അതിൻ്റെ കോൺട്രഡിക്ഷൻ ആയിട്ട് ഒരു കാര്യം കൂടെ പറയും. അതിൽ നമ്മൾ തളരും. ഇനി അടുത്ത ഒന്നെന്ന് പറഞ്ഞാൽ സെലിബ്രേറ്റ് യുവർ ഫെയിലിയേഴ്സ് ദാൻ യുവർ വിൻസ്. നിങ്ങളെ ചെറിയ ചെറിയ സക്സസ് പറയുമ്പോൾ അവർ ഇൻട്രസ്റ്റിംഗ് ആണ് എന്ന രീതിയിൽ നിൽക്കും. നേരെ മറിച്ച് നിങ്ങൾ ഫേസ് ചെയ്യുന്ന വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യം, അല്ലെങ്കിൽ നിങ്ങളിങ്ങനെ തകർന്ന് തരിപ്പടായി എനിക്ക് അതിനൊന്നും പറ്റിയില്ല. ഇഫ് ഇറ്റ്സ് എൻ എക്സാം, ഒരു എക്സാമിൻ്റെ കേസ് പറയുകയാണെങ്കിൽ ഈ എക്സാമിന് ഞാൻ പോയിട്ട് എനിക്ക് അത് പറ്റിയില്ല ഇത് പറ്റിയില്ല എന്നൊക്കെ പറയും. അതിനെക്കുറിച്ച് അറിയാൻ ഇവർ കൂടുതൽ എക്സൈറ്റഡും അതേപോലെ തന്നെ അത് ഭയങ്കര ത്രില്ലിംഗ് ആയിട്ടൊക്കെ കേട്ടിരിക്കും. നമ്മുടെ വിൻസിനെ അവിടെ അപ്രീഷിയേറ്റ് ചെയ്യാതെ അതിന് കെയർ കൊടുക്കാതെ നമ്മുടെ ഫെയിലിയർ ആയിട്ടുള്ളൊരു കാര്യത്തിനായിരിക്കും അവർ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുകയും അതിന് കേൾക്കാനാണ് അവർ ഇഷ്ടപ്പെടുക. നമ്മളടുത്ത് ഒരാൾ സംസാരിക്കുന്ന സമയത്ത് ഇങ്ങനെ എന്തെങ്കിലും മറച്ചു വെച്ചിട്ട് സംസാരിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ ജലസ് ഇഷ്യൂസിൽ ചിലരുടെയൊക്കെ ഒരു ബിഹേവിയർ എങ്ങനെയാണെന്നുള്ളത് അവരുടെ മുഖത്ത് നമുക്ക് വായിച്ചെടുക്കാൻ പറ്റും. അവരുടെ ഒരു ഫേഷ്യൽ എക്സ്പ്രഷൻ, അവർ എങ്ങനെ റിയാക്ട് ചെയ്യുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. അങ്ങനെയുള്ളൊരു കാര്യമാണിത്. നമ്മുടെ ഫെയിലിയേഴ്സ് പറയുമ്പോൾ അവർ കൂടുതൽ ത്രിൽഡ് ആയിട്ട് നിൽക്കുന്ന പോലെ ഫീൽ ചെയ്യാനായിട്ട് പറ്റും. തേർഡ് വണ്ണാണ് ഏറ്റവും ഇറിറ്റേറ്റിംഗ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ആയിരിക്കും കേട്ടോ. ജലസ് ആയിട്ടുള്ള ആളുകളുടെ അടുത്ത് നമുക്ക് ഭയങ്കര ഇറിറ്റേറ്റിംഗ് ആയിട്ട് ഫീൽ ചെയ്യുന്നൊരു സാധനമാണ് ദേ ട്രൈ ടു കോപ്പി യു. നമ്മളെ കോപ്പി ചെയ്യാനായിട്ട് ശ്രമിക്കും. അതായത് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ തന്നെ റിപ്പീറ്റഡ് ആയിട്ട് ചെയ്യാം. ഞാൻ എന്ത് ചെയ്യുന്നോ അത് തന്നെ ഒരാൾ ചെയ്യുന്നു. ഞാൻ അങ്ങോട്ട് പോകുന്നു, ആളാണ് അങ്ങോട്ട് പോകുന്നു. ഇനി ഞാൻ എൻ്റെതായിട്ടുള്ളൊരു പേഴ്സണൽ ഒപ്പീനിയൻ പറയുന്നു, സെയിം ഒപ്പീനിയൻ വിത്തൗട്ട് ഒരു കാര്യം മാറ്റം വരുത്താതെ ഈ റെസ്പെക്റ്റീവ് പേഴ്സൺ വേറൊരു സ്ഥലത്ത് പോയിട്ട് പറയുന്നത് കേൾക്കാൻ ഇട വരുന്നു. ഇല്ലെങ്കിൽ നമ്മൾ ചൂസ് ചെയ്യുന്ന ഒരു സ്റ്റൈൽ ഉണ്ടാവും, സെയിം സ്റ്റൈൽ ഫോളോ ചെയ്യുന്നു. ഓക്കെ, ഞാൻ ഉദ്ദേശിക്കുന്നത് ഇതൊന്നും ഒരിക്കലും എന്തല്ല, ഒരാൾ നമ്മൾ കോപ്പി ചെയ്യുന്നത് ഒരിക്കലും ഒരു ബാഡായിട്ട് എടുക്കേണ്ട കാര്യമില്ല. കാരണം നമ്മൾ ചെയ്യുന്ന ഒരു കാര്യത്തിൽ നിന്ന് ഒരാൾ ഇൻസ്പയർഡ് ആയിട്ടാണ് ഒരു കാര്യം ചെയ്യുന്നതെങ്കിൽ അതിലൊരു തെറ്റ് പറയാനായിട്ട് പറ്റില്ല. പക്ഷെ നമ്മൾ പേഴ്സണലായിട്ട് ചില ഒപ്പീനിയൻസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു വെക്കുന്ന ചില സ്ഥലങ്ങളുണ്ട്. അല്ലെങ്കിൽ നമ്മൾ ചില വ്യക്തികളോട് നമ്മുടേതായിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ടാവും, നമ്മുടെ പേഴ്സണൽ സ്പേസിൽ നമ്മുടെ ഒപ്പീനിയൻസ് പറയുന്നുണ്ടാവും. അതൊരിക്കലും സിമിലർ ആവാൻ പോകുന്നില്ല. അപ്പോൾ ഇങ്ങനെയുള്ള ആളുകൾ ഇമിറ്റേറ്റ് ചെയ്യുമ്പോൾ, കോപ്പി ചെയ്യുന്ന സമയത്ത് ഇതടക്കം സെയിം ആയിട്ട് ചെയ്യുന്ന കാണുമ്പോൾ ഇറ്റ്സ് വെരി ഡിസ്റ്റർബിങ്. പിന്നെ ഒരു കാര്യമാണ് നമ്മൾ സംസാരിക്കുമ്പോൾ ഇടയ്ക്ക് കയറി സംസാരിക്കുക എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ളവർക്ക് ഭയങ്കര ഡിസ്റ്റർബിങ് ആയിട്ട് അല്ലെങ്കിൽ ഇറിറ്റേറ്റിംഗ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്ന ചില ജലസ് ക്യാരക്ടേഴ്സിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ് കേട്ടോ. ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി ദേ ട്രൈ ടു കോപ്പി യു ബട്ട് സ്റ്റിൽ ക്രിട്ടിസൈസസ് യു. നമ്മളെ കോപ്പി ചെയ്യുന്നുണ്ടെങ്കിൽ കൂടി അവരെന്ത് ചെയ്യാനും മടിക്കുന്നില്ല, ക്രിട്ടിസൈസ് ചെയ്യാൻ അവിടെ മറക്കുന്നില്ല. ലൈക്ക് നമ്മൾ പറഞ്ഞ എന്തെങ്കിലും ഒരു കാര്യത്തിനെ വെച്ചിട്ട് ഫണ്ണായിട്ട് മാറ്റുകയോ അല്ലെങ്കിൽ അതിനൊരു നെഗറ്റീവ് ഇമേജ് ക്രിയേറ്റ് ചെയ്യാനോ ഇങ്ങനെയുള്ള ആളുകൾക്ക് ഭയങ്കര ഒരു ആഗ്രഹമായിരിക്കും, അല്ലെങ്കിൽ അവരങ്ങനെയാണ് ചെയ്യുന്നത്. ആൻഡ് ഫോർത്ത് സൈൻ ഈസ് കോമ്പറ്റേറ്റീവ് ബിഹേവിയർ. ഒരു മത്സരബുദ്ധിയോടുകൂടിയായിരിക്കും കാര്യങ്ങൾ കാണുക. നമ്മളൊരു കാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ ദാറ്റ് റെസ്പെക്റ്റീവ് പേഴ്സൺ എന്ത് ചെയ്യുന്നുണ്ട്, അതിനേക്കാൾ മുന്തിയ ഒരു കാര്യം ചെയ്യാനായിട്ട് ശ്രമിക്കും. നമ്മളൊരു ആക്ട് പെർഫോം ചെയ്തു, അതിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ളൊരു സാധനം കാണിക്കണം എന്നൊരു ഉദ്ദേശത്തോടു കൂടി അവർ ചെയ്യുന്നുണ്ടാവും. ഓക്കെ, ഇതൊക്കെ പറയുമ്പോൾ ഒരു കാര്യം കൂടെ മനസ്സിലാക്കുക, ഇമിറ്റേറ്റ് ചെയ്യുന്നത് ഒരിക്കലും ഒരു തെറ്റായിട്ടുള്ള കാര്യമല്ല. പക്ഷേ ഒരാളെ പേഴ്സണൽ സ്പേസിൽ ആ ആളുടെ പെർമിഷൻ ഇല്ലാതെ തന്നെ എന്ത് ചെയ്യുക, കാര്യങ്ങൾ കടന്നു കയറിയിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുക, ആ സെയിം കാര്യങ്ങൾ റിപ്പീറ്റ് ചെയ്യുക, ഒരു എക്കോ പോലെ വർക്ക് ചെയ്യുന്നത് ആർക്കും അത്ര ഇഷ്ടപ്പെടണമെന്നില്ല. അതൊക്കെ ഭയങ്കര ഡിസ്റ്റർബിങ് ആയിരിക്കും. അപ്പം നിങ്ങൾ ഇങ്ങനത്തെ ഒരു ക്യാരക്ടറുള്ള ആളാണെങ്കിൽ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. അതായത് ആർക്കും ആരുടെയും പേഴ്സണൽ കാര്യങ്ങൾക്ക്
ഇപ്പോൾ ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ ഒരാളുമായിട്ട് ഷെയർ ചെയ്യുന്ന സമയത്ത് ആ സെയിം ഒപ്പീനിയൻ ഒരു ചേഞ്ചും ഇല്ലാതെ ഞാൻ കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുന്നേ തന്നെ മറ്റൊരാൾ സംസാരിക്കുന്നുണ്ടെങ്കിൽ അതൊരിക്കലും എനിക്കിഷ്ടാവില്ല. അതുപോലെ തന്നെയാണ് നമ്മൾ ഓരോരുത്തർക്കും. ഇപ്പം ഇത് കാണുന്ന നിങ്ങൾ ആരെങ്കിലും ആണെങ്കിൽ നിങ്ങളുടെ സൈഡിൽ നിന്ന് ചിന്തിച്ച് നോക്കാം. നിങ്ങളുടെ കാര്യത്തിൽ മറ്റൊരാൾ ഇതുപോലെ ഇങ്ങനെ ഇടയിൽ കയറി സംസാരിക്കുക, നിങ്ങളെ കാര്യങ്ങൾ നിങ്ങൾ ചെയ്ത് പറഞ്ഞു വെച്ച കാര്യങ്ങൾ അപ്പുറത്ത് പോയിട്ട് സെയിം കാര്യങ്ങൾ പോയി പറയുക, അതൊക്കെ നിങ്ങൾക്ക് ഭയങ്കര ഒരു ഇറിറ്റേഷൻ ഉണ്ടാക്കും, പ്രത്യേകിച്ച് സംസാരിക്കുന്ന കാര്യത്തിൽ. അപ്പം നിങ്ങൾ അറിയാതെയെങ്കിലും ഇങ്ങനൊരു ക്യാരക്ടർ പുലർത്തുന്ന ആളാണെങ്കിൽ ശ്രദ്ധിക്കുക, ഇത് പലർക്കും ഡിസ്റ്റർബിങ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ആയിരിക്കും. ഓക്കെ, ഭയങ്കര ഇറിറ്റേഷൻ ആയിട്ട് തോന്നും. ഇമിറ്റേഷൻ ഇസ് നോട്ട് അറ്റ് ഓൾ ബാഡ്, ബട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ നന്നായിരിക്കും. ഇനി ഹൗ ടു റെസ്പോണ്ട് എന്നുള്ളതാണ്. ഒരു കാര്യം മനസ്സിൽ വെക്കുക, ഇതെങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നു എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം റെസ്പോണ്ട് ചെയ്യാൻ സിമ്പിളാണ്. അതായത് നീ ഇന്നെ പോലെ ആവാൻ നിൽക്കല്ല കേട്ടോ, ഒരു വാക്ക് പറയുക, അല്ലെങ്കിൽ ആ ആളോട് മിണ്ടാണ്ട് അങ്ങ് നടക്കുക, ഇതൊക്കെ ചെയ്യാൻ വളരെ സിമ്പിളാണ്. ബട്ട് ഇറ്റ്സ് നോട്ട് അറ്റ് ഓൾ എ മെച്യൂർ വേ ടു ഹാൻഡിൽ. ഫസ്റ്റ് കാര്യം എന്ന് പറയുന്നത് സ്റ്റേ കാം എന്നുള്ളതാണ്. കാം ആയിട്ടിരിക്കുക, സൈലൻ്റ് ആയിരിക്കുക, അധികം അങ്ങോട്ട് പൊട്ടിത്തെറിക്കാണ്ടിരിക്കുക. കാരണം ഇങ്ങനെയൊക്കെ ഒരാൾ ചെയ്യുന്നുണ്ടെങ്കിൽ അതൊരിക്കലും നിങ്ങളുടെ കുറ്റമല്ല, മറിച്ച് ആ ആളുടെ ക്യാരക്ടറിൽ വന്ന ഒരു പ്രശ്നമാണ്. അപ്പം ഇറ്റ്സ് നോട്ട് യുവർ ഫോൾട്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഓവർ അവിടെ റേസ് ആവേണ്ട കാര്യം വരുന്നില്ല. എന്തിനാ നമ്മുടെ എനർജി വേസ്റ്റ് ചെയ്യേണ്ട ആവശ്യം? അതിൻ്റെ കാര്യമില്ല. അപ്പം സ്റ്റേ ക്വൈറ്റ് അല്ലെങ്കിൽ സ്റ്റേ സൈലന്റ് ആൻഡ് കാം. സെക്കൻഡ് തിങ് എന്ന് പറഞ്ഞത് ഡോണ്ട് ട്രൈ ടു പ്രൂവ് എനിത്തിങ്. ഇതിങ്ങനെ പ്രൂവ് ചെയ്യാണ്ടിരിക്കുക. അതായത് ഇങ്ങനെ ചെയ്തത് കൊണ്ട് എനിക്ക് ഇങ്ങനെയൊക്കെ ബാധിച്ചു, അപ്പോൾ കണ്ടോ അത് എൻ്റെ സക്സസ് ആണ്, ശരിക്ക് എനിക്ക് അങ്ങനെ ഉള്ളതുകൊണ്ടല്ലേ നീ അങ്ങനെ ചെയ്തത്, അങ്ങനെയൊന്നും പറഞ്ഞിട്ട് സ്വന്തം ഭാഗം ന്യായീകരിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമ്മുടെ ഭാഗത്താണ് ശരിയെങ്കിൽ കൂടി അതിനെ പോയിന്റ് ഔട്ട് ചെയ്തിട്ട് അതിനിങ്ങനെ ഫോക്കസ് ചെയ്തിട്ട് ഒരാളെ മുന്നിൽ ഇങ്ങനെ അങ്ങോട്ട് എന്ത് ചെയ്യാണ്ടിരിക്കുക, വിശദീകരിക്കാണ്ടിരിക്കുക. ഡോണ്ട് ട്രൈ ടു ഷോ ദം യുവർ സക്സസ് എന്നാണ്. നമ്മൾ ചെയ്യുന്ന ഒരു കാര്യത്തിൽ നമ്മുടെ എഫക്റ്റീവായിട്ട് എന്ത് ചെയ്യുന്നു എന്നുള്ളത് ഒരാളെ കാണിക്കാൻ വേണ്ടി ചെയ്യാണ്ടിരിക്കുക. ഓക്കെ, ഇൻസ്റ്റെഡ് കീപ് ഫോക്കസ് ഓൺ യുവർ ഗ്രോത്ത്. നിങ്ങളുടെ ഗ്രോത്തിൽ തന്നെ ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുക. ഇങ്ങനെയുള്ള സാധനങ്ങൾ മൈൻഡ് ചെയ്യാണ്ടിരിക്കുക. പിന്നെ തേർഡ് കാര്യം എന്ന് പറഞ്ഞത് കീപ്പ് എ ഹെൽത്തി ഡിസ്റ്റൻസ് എന്നുള്ളതാണ്. എത്രയൊക്കെ ആണെങ്കിലും മൈൻഡ് ചെയ്യേണ്ട, ചെവി കൊടുക്കേണ്ട, റെസ്പോണ്ട് ചെയ്യേണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാലും നമ്മുടെ മെൻ്റൽ ഹെൽത്തിനെ നന്നായിട്ട് ബാധിക്കും. കാരണം നമ്മുടെ കൂടെ ഉള്ള ഒരാൾ എപ്പോഴും നമ്മളെക്കുറിച്ച് സംസാരിക്കുന്ന ആൾ നെഗറ്റീവായിട്ട് സംസാരിക്കുന്ന ഒരാളാണെങ്കിൽ അത് കേട്ട് 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 നമ്മൾ ഫുള്ള് നെഗറ്റീവായിട്ട് മാറും. ഓക്കെ, അങ്ങനെ ഒരു അട്രാക്ഷൻ നമുക്ക് വരും. നെഗറ്റീവ് കാര്യങ്ങളെ മാത്രം അട്രാക്ട് ചെയ്യുന്ന ഒരു സംഭവത്തിലേക്ക് മാറും. അതായത് ഒരു ഇമോഷണൽ ബൗണ്ടറി അവിടെ സെറ്റ് ചെയ്യുക. നിങ്ങളുടെ ഇമോഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഇങ്ങനത്തെ ആളുകളുമായിട്ട് ഓവർ ഷെയർ ചെയ്യാതിരിക്കുക. പിന്നെന്താ, നിങ്ങളുടെ വിഷമങ്ങൾ ആസ്വദിക്കുന്ന ആളാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ വിഷമങ്ങൾ പറയാണ്ടിരിക്കുക എന്നുള്ളതാണ്. ഓഫ് കോഴ്സ് നമ്മളൊരു വിഷമം ഒരാളോട് ഷെയർ ചെയ്യുന്നുണ്ടാവുക, അതിൽ നിന്ന് നമുക്കൊരു റിലീഫ് കിട്ടണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയായിരിക്കും. അപ്പോൾ ആ ഒരു കാര്യത്തിൽ സന്തോഷം കണ്ടെത്തുന്ന ഒരാളോടാണ് ഈ പറയുന്നതെങ്കിൽ അത് ചെയ്യാണ്ടിരിക്കുക എന്നുള്ളതാണ്. നിങ്ങളുടെ ലൈഫിൽ കടന്നു പോയിട്ടുള്ള അങ്ങനത്തെ സെന്റിമെന്റൽ സാധനങ്ങളൊന്നും ഇങ്ങനെയുള്ള ആളുകളോട് പറയാതിരിക്കുക. അതെന്താണ്, അവർക്ക് സന്തോഷിക്കാനുള്ളൊരു അവസരം. അങ്ങനെ ഒരു അവസരം നമ്മൾ കൊടുക്കേണ്ട കാര്യമില്ല. ബിക്കോസ് അത് തിരിച്ച് കറങ്ങി വന്നിട്ട് നമ്മളെ തന്നെയാണ് എഫക്ട് ചെയ്യാനായിട്ട് പോകുന്നത്. സൈലന്റ് ആയിട്ട് നിങ്ങളുടെ കാര്യങ്ങൾ മൈൻഡ് ചെയ്തിട്ട് നിങ്ങൾ മുന്നോട്ട് പോവാം. കൂടുതലായിട്ട് ഇതിന് റിയാക്ട് ചെയ്താലാണ് ആൾക്ക് മനസ്സിലാവുക, ഏക്കുന്നുണ്ട് ആ ഒരു സാധനം വരിക. അപ്പം ഇതിനൊന്നും നമ്മൾ റിയാക്ട് ചെയ്യേണ്ട കാര്യമില്ല. പീപ്പിൾ ഗെറ്റ് ജലസ് ഓൺലി വെൻ ദേ ഫീൽ യു ഹാവ് സംതിങ് ദാറ്റ് ദേ ഡോണ്ട്. അവർക്കില്ലാത്ത എന്തോ ഒരു കാര്യം നിങ്ങൾക്ക് ഉണ്ട് എന്ന് അറിയുമ്പോഴാണ് ആളുകൾക്ക് എന്ത് തോന്നുന്നത്, നിങ്ങളോടൊരു ജലസ് ആയിട്ട് ഫീൽ ചെയ്യുന്നത്. അതിപ്പോൾ എന്തും ആവാം, കോൺഫിഡൻസ്, പീസ്, ഹാപ്പിനെസ്, സോഷ്യൽ കമ്മിറ്റ്മെന്റ്, അങ്ങനെയുള്ള എന്തൊരു കാര്യവും സ്വയം നമ്മൾക്ക് ഇല്ലാന്ന് തോന്നുന്ന ഒരു കാര്യം മറ്റുള്ള ആളുകൾ കാണുമ്പോഴാണ് ആ ആളോട് ജലസ് ആയിട്ട് ഫീൽ ചെയ്യുക. ഓക്കെ, അതെപ്പോഴും മനസ്സിൽ വെക്കുക. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിലൂടെ അവർ ആക്ച്വലി ചെയ്യുന്നത് ദേ ആർ സൈലന്റ്ലി അപ്രീഷിയേറ്റിംഗ് യു ഓർ ദേ ആർ സൈലന്റ്ലി കോംപ്ലിമെന്റിങ് യു. ഇങ്ങനെയുള്ളൊരു അവരെന്താണ് ഓപ്പൺ അപ്പ് ആയിട്ട് പറയുന്നില്ലെങ്കിലും ആക്ച്വലി ഇറ്റ്സ് എ കോംപ്ലിമെന്റ്. ദേ ആർ അഡ്മയറിങ് സംതിങ് ഇൻ യു. നിങ്ങളിലുള്ള എന്തോ ഒരു ഫാക്ടർ അവർ അഡ്മയർ ചെയ്യുന്നത് കൊണ്ടാണ്. അപ്പം എന്തോ ഒരു ഗുഡ് ക്വാളിറ്റി നിങ്ങൾക്ക് ഉള്ളത് കൊണ്ടായിരിക്കും ഇങ്ങനെ ആളുകൾ എന്ത് ചെയ്തിട്ടുണ്ടാവുക, നിങ്ങളുടെ മേലിലൊരു ജലസി ഉണ്ടാവുക. ലെറ്റ് ദം ടോക്ക്, ലെറ്റ് ദം വാച്ച്, ബട്ട് ഡോണ്ട് ലെറ്റ് ദം സ്റ്റോപ്പ് യു. അപ്പം എന്ത് ചെയ്യുക, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. ജലസ് ആയിട്ടുള്ള ആളുകൾ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക. ഇങ്ങനെയുള്ള ആളുകളുമായിട്ട് ഇമോഷണൽ ബൗണ്ടറീസ് സെറ്റ് ചെയ്യുക, ലൈഫ് ഹാപ്പി ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോവുക. ഇനി ഇങ്ങനെയുള്ള എന്തെങ്കിലും ഒരു ക്യാരക്ടർ നിങ്ങൾ പോലും അറിയാതെ നിങ്ങൾ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ അതൊന്ന് മാറ്റുന്നത് നന്നായിരിക്കും. കാരണം അത് ഒരുപാട് പേർക്ക് ഭയങ്കര ഇറിറ്റേറ്റിങ്ങും ഡിസ്റ്റർബിങ്ങും ആയിരിക്കും. എന്തിനാ, അതിൻ്റെ ആവശ്യമില്ലല്ലോ. അപ്പോൾ എന്ത് ചെയ്യുക, അതൊക്കെ ഒന്ന് ക്ലാരിഫൈ ചെയ്യാനായിട്ടുള്ള ശ്രമങ്ങൾ നടത്തുക. അപ്പോൾ അത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.